പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച തോമസ് ഐസക് വിഴിഞ്ഞത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാൻ കല്യാണമല്ല എന്നും വികസന പരിപാടിയാണ് എന്നും തോമസ് ഐസക് പറഞ്ഞു. പങ്കെടുക്കേണ്ടതാണ്, ക്ഷണിച്ചല്ലോ, അപ്പോ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിലായില്ല ക്ഷണം എന്ന് ഞാൻ പറയുന്ന ഇത് ആരുടെങ്കിലും വീട്ടിലെ കല്യാണമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ. ആ വീക്ഷണത്തിൽ അതെടുത്ത് സഹകരിച്ചു പോയാണ് വേണ്ടത്. 5000 കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചവർ ആണ് കൊട്ടിഘോഷിച്ച് ഇപ്പോൾ പദ്ധതിയുമായി വന്നത് എന്ന് ഷാഫി പറമ്പിൽ MP. പദ്ധതി വൈകിയതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് വെച്ച പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ബെല്ലാൽ ദേവന്റെ സ്വർണ്ണ പ്രതിമ ഇങ്ങനെ കെട്ടിപ്പൊക്കി പൊന്തിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലിയുടെ രൂപമാണ് ജനങ്ങൾക്ക് കാണുന്നത്, മലയാളിക്ക് കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഈ വിഴിഞ്ഞം പദ്ധതി 5000 കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളുകൾക്ക് ഇപ്പോൾ ഒരു ജാള്യതയില്ലാതെ ഞങ്ങൾ ഇത് കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രമിക്കുന്നു. 1000 ദിവസത്തിനകം തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഇത്രയും ഡിലേ ആവുന്നതിന് ഈ ഗവൺമെന്റിന്റെ മെല്ലെപ്പോക്ക് പോലും കാരണമായപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കാര്യത്തിലും ഇപ്പോഴും പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോൾ ഈ പ്രൊജക്ടിനെതിരായിട്ട് കടല് കരയുന്നു എന്ന് പറഞ്ഞിട്ട് 1-ാം പേജിൽ അച്ചു നിരത്തിയ പാർട്ടി മാധ്യമം ഉൾപ്പെടെയുള്ള അവരുടെ വാർത്തകൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഇടതുപക്ഷത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തോമസ് ഐസക്. കേന്ദ്രം കൃത്യമായി ലാഭവിഹിതം കൊണ്ടുപോകും. നാടിന് ആവശ്യമായ വികസനം ആയതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയത് എന്നും തോമസ് ഐസക് പറഞ്ഞു. വിവാദത്തിന്റെ ഒന്നും കാര്യമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു പോവാം. ഇടതുപക്ഷത്തിന് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനെയൊക്കെ പിന്തുണച്ച് 22 സമരത്തെയൊക്കെ രാഷ്ട്രീയമായിട്ട് നഷ്ടമുണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്താങ്ങിയ ഇടതുപക്ഷത്തിന്റെ അന്ന് അഭിപ്രായം തന്നെ ഇന്നത്തെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ 61% മുതൽ മുടക്ക് കേരള സർക്കാരിന്റേതാണ്. അദാനി പോർട്ട് ഒരു 29% അല്ലെ 30% ആണ് മുടക്കുന്നത്. കേന്ദ്ര സർക്കാർ 10%. ആ 10% വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങാണ്. അത് യഥാർത്ഥം മുടക്കുന്നില്ല. കമ്പനിയുടെ ലാഭത്തിൽ നിന്ന്, വിഴിഞ്ഞം പോർട്ടിലെ ലാഭത്തിൽ നിന്ന് കേന്ദ്രം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിരിക്കുക.